ഒരിടത്തൊരിടത്ത് മിഠായികൾ മരത്തിൽ കായ്ക്കുന്ന ഒരു അത്ഭുത ലോകമുണ്ടായിരുന്നു. അവിടെ ടിങ്കു എന്നൊരു കുട്ടിമാന്ത്രികൻ താമസിച്ചിരുന്നു. ടിങ്കുവിന് മാന്ത്രികവിദ്യകൾ ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അവൻ എപ്പോഴും അബദ്ധങ്ങൾ പറ്റുമായിരുന്നു. അവന്റെ മാന്ത്രികവടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഭയങ്കര കുറുമ്പനായിരുന്നു. ടിങ്കു എന്തു പറഞ്ഞാലും വടി അതിന്റെ ഇഷ്ടത്തിനേ പ്രവർത്തിക്കൂ. ഒരു ദിവസം ആ നാട്ടിലെ രാജാവ് ഒരു മത്സരം പ്രഖ്യാപിച്ചു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന മാന്ത്രികന് ഒരു സ്വർണപതക്കം സമ്മാനം. രാജാവ് എപ്പോഴും മുഖം കറുപ്പിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ചിരിപ്പിക്കാനോ അത്ഭുതപ്പെടുത്താനോ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ടിങ്കു മത്സരത്തിന് തയ്യാറെടുക്കാൻ തുടങ്ങി. അവൻ തന്റെ വടി വീശി പറഞ്ഞു, "അബ്രകഡാബ്ര, ഒരു വലിയ സിംഹം വരട്ടെ." ടിങ്കു വിചാരിച്ചത് ഗാംഭീര്യമുള്ള ഒരു സിംഹത്തെയാണ്. പക്ഷേ പുക മാറിയപ്പോൾ വന്നത് കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു പൂച്ചയായിരുന്നു. ആ പൂച്ച മ്യാവു എന്ന് പറയുന്നതിനു പകരം ഹെലോ എന്ന് പറഞ്ഞു. ടിങ്കു തലയിൽ കൈരച്ചുപോയി. അടുത്തതായി ടിങ്കുവിനു രാജാവിന് നൽകാൻ ഒരു സ്വർണ്ണ കിരീടമുണ്ടാക്കണമായിരുന്നു. അവൻ മന്ത്രം ചൊല്ലി, "ഹൂം ഹ്രീം, ഒരു സ്വർണ്ണ കിരീടമുണ്ടാകട്ടെ." പെട്ടെന്നൊരു പൊട്ടിത്തെറിയുണ്ടായി. നോക്കുമ്പോൾ കിരീടത്തിനു പകരം ഒരു വലിയ വട്ടത്തിലുള്ള പിസയാണ് വന്നത്. അത് വായുവിൽ പറന്നു നടന്നു. മത്സര ദിവസം വന്നെത്തി. വലിയ വലിയ മാന്ത്രികർ പേടിപ്പിക്കുന്ന ഡ്രാഗണുകളെയും തീതുപ്പുന്ന പാമ്പുകളെയും കൊണ്ടുവന്നു. രാജാവ് ഇതൊക്കെ കണ്ട് ബോറടിച്ചിരിക്കുകയായിരുന്നു. അവസാനം ടിങ്കുവിന്റെ ഊഴമായി. ടിങ്കു പേടിച്ചു വിറച്ച് സ്റ്റേജിലെത്തി. അവൻ തന്റെ കുറുമ്പൻ വടി വീശി. ആകാശത്തുനിന്ന് പൂക്കൾ പെയ്യട്ടെ എന്ന് ടിങ്കു പ്രാർത്ഥിച്ചു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. കൊട്ടാരത്തിനുള്ളിൽ പെട്ടെന്ന് പോപ്കോൺ മഴ പെയ്യാൻ തുടങ്ങി. വെളുത്ത പോപ്കോണുകൾ മഞ്ഞുപോലെ വീണു. രാജാവിന്റെ മടിയിലും കിരീടത്തിലുമെല്ലാം പോപ്കോൺ നിറഞ്ഞു. കൂടെ കൊണ്ടുവന്ന കൂളിംഗ് ഗ്ലാസ് വെച്ച പൂച്ച വന്ന് രാജാവിന്റെ തോളിൽ കയറിയിരുന്നു. ഇത് കണ്ട രാജാവ് അത്ഭുതപ്പെട്ടു. പിന്നെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. "ഹഹഹാ, ഇത്രയും രസകരമായ മാജിക് ഞാൻ കണ്ടിട്ടില്ല," രാജാവ് പറഞ്ഞു. പറക്കുന്ന പിസ വന്ന് രാജാവിന്റെ കയ്യിലിരുന്നു. രാജാവ് സന്തോഷത്തോടെ പിസ കഴിച്ചു. അങ്ങനെ ടിങ്കുവിന് സമ്മാനം കിട്ടി. ആ നാട് മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞു. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാൽ പുതിയ കഥകൾ വരുമ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഏതുതരം കഥകളാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യൂ.